വളരെ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിൽ ഒരു കിടിലൻ പാൽപുട്ടിൻ്റെ റെസിപ്പി നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സ്വാമീസിൻ്റെ പ്രീമിയം സ്റ്റീംഡ് പുട്ടുപൊടിയാണ് കേട്ടോ. സ്വാമീസിൻ്റെ തന്നെ ഒരുപാട് കറി പൗഡേഴ്സും അച്ചാറുകളും വേറെയും ഒരുപാട് പ്രൊഡക്ട്സൊക്കെ അവൈലബിൾ ആണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാല് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ബീട്രൂട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം കുതിർക്കാൻ വെച്ചിട്ടുള്ള പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അടിച്ചെടുക്കരുത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മധുരം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് പുട്ട് ചുട്ടെടുക്കാം. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി കുറ്റിയിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. ഇടയ്ക്ക് ഇനിയും തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ഇടയ്ക്ക് നമ്മൾ പുട്ടൊക്കെ സാധാരണ ചുടുന്ന രീതിയിൽ ഇടയ്ക്ക് തേങ്ങ ഇട്ടിട്ട് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി പാൽപുട്ടാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട്